ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന്റെ 16.5 കിലോമീറ്ററും കടലിലൂടെയാണ് കടന്നുപോകുന്നത്. समय की बचत होगी और 6 लेन वाला है, अत्याधुनिक है, पर्यावरण के अनुकूल है, तो जाहिर सी बात है कि लोगों को कितनी सुविधा इसकी होगी। और पहले जब ये अटल सेतु नहीं था तब कितनी लंबी यात्रा तय करनी पड़ती थी, ट्रैफिक जाम से होकर गुजरना पड़ता था. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. സുവി, മുംബൈയുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറുന്നു അടൽ സേതു പാലം? അതോടൊപ്പം തന്നെ എന്തെല്ലാം സവിശേഷതകൾ കൂടിയാണുള്ളത്? ഏത് രീതിയിലാണ് ഉദ്ഘാടന ചടങ്ങ് പൂർണ്ണമായത്? അപർണ, മുംബൈ എന്നതിന് അപ്പുറം ദക്ഷിണേന്ത്യയിലേക്കുള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതാണ് ഈ അടൽ സേതു മേൽപ്പാലം. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നാടിന് ഈ പാലം സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു പാലം. 21.8 കിലോമീറ്റർ ദൈർഘ്യമാണ് പാലത്തിനുള്ളത്. ഇതിൽ 16.5 കിലോമീറ്റർ ദൂരവും കടലിന് മുകളിലൂടെയാണ്. ബാക്കി 5.5 കിലോമീറ്റർ മാത്രമാണ് കരയിലൂടെ ഉള്ളത്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളതാണ് അടൽ പാലം. ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഈ പാലത്തെ വിശേഷിപ്പിച്ചിരുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് ഇതിന് അടൽ സേതു എന്ന പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരമായ മുംബൈയിലെ രണ്ടാമത്തെ കടൽപ്പാലമാണ് ഇത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യത്തെ ബാന്ദ്ര വർലി കടൽപ്പാലം തുറന്നുകൊടുത്ത് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ പാലം മുംബൈയിൽ യാഥാർത്ഥ്യമാകുന്നത്. 18,000 കോടി രൂപ ചെലവിട്ടാണ് ഇത്തരത്തിൽ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2016 ഇതിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. അതിനുശേഷം 5000-ലേറെ ജോലിക്കാർ ജോലി ചെയ്ത് 5000-ലേറെ തൊഴിലാളികളുടെ സേവനത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ അടൽ സേതു മേൽപ്പാലം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്നൊരു പ്രത്യേകത കൂടി അടൽ സേതുവിനുണ്ട്. ഇത് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു പാലത്തിന്റെ മറ്റൊരു സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. മുംബൈയിൽ നിന്ന് പൂനെ, ഗോവ, ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ചെയ്യാനുള്ള സമയവും ഈ പാലം വരുന്നതോടുകൂടി കുറയും. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഈ പാലം കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലെത്താൻ 2 മണിക്കൂറിലേറെ സമയമാണ് എടുത്തിരുന്നത്. അത് ഇപ്പോൾ കുറച്ച് 20 മിനിറ്റ് കൊണ്ട് കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നത്. അടൽ സേതു പാലം പൂർത്തിയാകുന്നതോടെ ഇതുവഴി 70,000-ഓളം വാഹനങ്ങൾ പ്രതിദിനം കടന്നുപോകും എന്നാണ് പറയുന്നത്. 100 വർഷമാണ് പാലത്തിന്റെ കാലാവധിയായി പറയുന്നത്. 100 കിലോമീറ്റർ വേഗതയിൽ ഇതിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും അതുപോലെ മൃഗങ്ങൾ വലിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾക്കും ഒന്നും ഇതുവഴി കടന്നുപോകാൻ സാധിക്കുകയില്ല. 4 ചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതിലൂടെ കടന്നുപോകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കടൽപ്പാലം ഇപ്പോൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. സുവി, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയുള്ള ഒരു പാത, ടോട്ടലി 22 കിലോമീറ്റർ എന്ന് വരിക. എഞ്ചിനീയറിംഗ് വിസ്മയമായി ലോകത്തിന് മുന്നിൽ ഇന്ത്യ തന്നെ സമർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാലം, അത് എത്രത്തോളം വിസ്മയമാകുന്നുണ്ട്? ആ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഏത് രീതിയിലാണ് ലോകമാധ്യമങ്ങളടക്കം വിലയിരുത്തുന്നത് ഇപ്പോൾ? അപർണ, ഞാൻ നേരത്തെ പറഞ്ഞു 2016 പ്രധാനമന്ത്രി ഇതിന് തറക്കല്ലിടുമ്പോൾ തന്നെ ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാകും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു വിസ്മയം തന്നെ എന്ന് നമുക്ക് പറയാം. വളവ് തിരിവുകളും മറ്റും ഉള്ള തരത്തിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം ഉള്ളത്. അതീവ മനോഹരമായിട്ടാണ് നിർമ്മാണം ക്രമീകരിച്ചിരിക്കുന്നത്. 6 വരി പാതയാണ് ഇതിനുള്ളത്. ഇതിലൂടെ വാഹനങ്ങൾക്ക് 100 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും. പരമാവധി വേഗത എന്ന് പറയുന്നത് 100 കിലോമീറ്റർ സ്പീഡിലാണ്. ഒപ്പം തന്നെ മുംബൈയെയും, ഏറ്റവും തിരക്കേറിയ നഗരമാണ് മുംബൈ, അതിലെ മുംബൈയെയും നവി മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നതാണ്
ഏറ്റവും വലിയ പ്രത്യേകത. ബന്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ അത് 2 മണിക്കൂർ ആയിരുന്നു എന്നത് 20 മിനിറ്റിലേക്ക് ചുരുക്കി എന്നാണ് പറയുന്നത്. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്ന് തന്നെ വിളിച്ചോകാവുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് നടന്നിരിക്കുന്നത്. 100 വർഷമാണ് പാലത്തിന്റെ കാലാവധിയായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 70,000 വാഹനങ്ങൾക്ക് പ്രതിദിനം ഇതുവഴി കടന്നു പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മുംബൈയിലെ സെവ്രിയിൽ നിന്ന് ആരംഭിച്ച് റായ്ഗഡ് ജില്ലയിലെ നവഷെവയിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം ഉള്ളത്. 6 വരിയിലൂടെ ആണ് ഗതാഗതം കടന്നു പോകുക. പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിളുകൾ, മുച്ചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, ട്രാക്ടറുകൾ, മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ, സാവധാനത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും തന്നെ ഈ പാലത്തിലൂടെ പ്രവേശനം ഉണ്ടാവുകയില്ല. ഏതായാലും മുംബൈ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതോടൊപ്പം ആ ഭാഗത്ത് നിന്ന് ദക്ഷിണേന്ത്യയിലേക്കുള്ള ഗതാഗതം കൂടെ കൂടുതൽ സുഗമമാക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും ബന്ധിപ്പിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം എന്നതും വലിയ തോതിലുള്ള ഒരു പ്രത്യേകതയാണ്. മുംബൈയിൽ നിന്ന് ഒപ്പം തന്നെ മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധവും ഇതുവഴി മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അല്പസമയം മുമ്പ് രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം ഇപ്പോൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. അപർണ, അതോടൊപ്പം തന്നെ സുവി, വളരെ കൗതുകമുണർത്തുന്ന ടോളിംഗ് സംവിധാനം കൂടി ഈ കടൽപ്പാലവുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ടോളിംഗ് സിസ്റ്റത്തിനപ്പുറത്തേക്ക് ഒരു ഓപ്പൺ ടോളിംഗ് സംവിധാനം കൊണ്ടുവരിക, ഓരോ വാഹനങ്ങൾക്ക് ഓരോ ടോൾ നിരക്ക് എന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക, അതെല്ലാം ഏത് രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത്? യാത്രക്കാർക്ക് എത്രത്തോളം സൗകര്യപ്രദമായി മാറുന്നു സംവിധാനങ്ങൾ? അപർണ, ടോൾ എന്ന് പറയുന്നത് 2024 മുതൽ 2053 വർഷം വരെയാണ് ടോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് 30 വർഷക്കാലത്തേക്കാണ് ഈ ടോൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് പ്രത്യേകത. ഒപ്പം തന്നെ ഈ ടോൾ നിരക്കിൽ 6% ഒരു വർധനവ് എല്ലാ വർഷവും ഉണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. മിനി ബസ്സുകൾക്ക് 500 രൂപയാണ് ഈടാക്കുക. ബസ് അല്ലെങ്കിൽ ഡബിൾ ആക്സിൽ ട്രക്കുകൾക്ക് 1180 രൂപയും 3 ആക്സിൽ വാഹനങ്ങൾക്ക് 1290 രൂപയും 4 to 6 ആക്സിൽ വാഹനങ്ങൾക്ക് 1850 രൂപ, വലിപ്പമുള്ള വാഹനങ്ങൾക്ക് 2250 രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും 30 വർഷക്കാലത്തേക്കാണ് ഈ ടോൾ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ 30 വർഷക്കാലം കൊണ്ട് ഈ 18,000 രൂപ, എത്ര രൂപയാണോ ഈ പാലത്തിന് വേണ്ടി ചെലവഴിച്ചത്, അതായത് 18,000 കോടി രൂപയാണ് ഈ പാലത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്, ആ തുക ഈടാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപർണ. റൈറ്റ്, അടൽ സേതു കടൽപ്പാലത്തിന്റെ രാത്രി ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക ദൃശ്യങ്ങൾ ന്യൂസ് 18-ലൂടെ പുറത്തുവരുന്നു. അടൽ സേതു പാലത്തിന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. 22 കിലോമീറ്ററിൽ 16.5 കിലോമീറ്റർ കടലിലൂടെ മാത്രം സഞ്ചരിക്കുന്ന പാലമാണ്. അതിന്റെ രാത്രി ദൃശ്യങ്ങൾ, അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സുവിയിലേക്ക്. സുവി, NDA സർക്കാരിന് മുൻപ് തന്നെ വിഭാവനം ചെയ്ത ഒരു പദ്ധതി, 3 പതിറ്റാണ്ടോളം കാലം മുൻപ് വിഭാവനം ചെയ്യപ്പെട്ട ഒരു പദ്ധതി 2016 നേരത്തെ സുവി പറഞ്ഞതുപോലെ തറക്കല്ലിട്ടുവെങ്കിൽ പോലും അത് പല രീതിയിലുള്ള തടസ്സങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരികയും 2018 മാത്രം നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. പക്ഷെ അതിവേഗം, ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന വേഗത്തിൽ ഒരു 5.5 കൊല്ലത്തിനുള്ളിലൊക്കെ ലോകത്തിന് തന്നെ വിസ്മയമാകുന്ന രീതിയിൽ പാലം നിർമ്മാണം പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതെല്ലാം തടസ്സങ്ങൾ മറികടന്നുകൊണ്ടുകൂടിയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ? അപർണ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാജ്യത്തെ തന്നെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാകും ഈ പാലം എന്ന് നേരത്തെ തന്നെ വിശേഷിപ്പിച്ചു. ആ പറഞ്ഞതിന് ഏറ്റവും ഉദാത്തമായ രീതിയിൽ തന്നെ ചേരുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കടലിലൂടെ 16.5 കിലോമീറ്റർ ദൂരമാണ് ഈ പാലത്തിനുള്ളത്, കടലിലൂടെ സഞ്ചരിക്കാവുന്നത്. ബാക്കി 5.5 കിലോമീറ്റർ ദൂരം എന്ന് പറയുന്നത് കരയിലൂടെ സഞ്ചരിക്കാവുന്ന ദൂരമാണ്. ഒപ്പം തന്നെ വലിയ തോതിൽ 2016 തറക്കല്ലിട്ടുവെങ്കിലും 2018 നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിച്ചത്. പലവിധ ബുദ്ധിമുട്ടുകളും അതിനിടയിൽ ഈ പാലവുമായി ബന്ധപ്പെട്ടുണ്ടായി. പക്ഷേ അതിനിടയിൽ അതുകൊണ്ട് 2024 ആയപ്പോഴത്തേക്ക് 2024 ജനുവരിയിൽ തന്നെ ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ എടുത്തു പറയാവുന്ന നേട്ടമായി തന്നെ വിലയിരുത്തപ്പെടും. ആ രീതിയിൽ തന്നെയാണ് ഇത് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പാലത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപർണ. സുവി, കൂടുതൽ വിശദാംശങ്ങൾ
വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ കടൽ സമുദ്രഭാഗത്ത് ഉണ്ടാകുന്ന നിർമ്മാണം സ്വാഭാവികമായിട്ടും അത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു നിർമ്മാണ പ്രവർത്തനം തന്നെയായിട്ട് ബാക്കി നിൽക്കുന്ന കാര്യം. പ്രതിദിനം 5000-ലേറെ തൊഴിലാളികളെല്ലാം നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ്. അതോടൊപ്പം തന്നെ 7ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതി ആയതുകൊണ്ട് തന്നെ അതേത് രീതിയിലായിരുന്നു കടൽ ഭാഗത്തുണ്ടായിരുന്നുള്ള നിർമ്മാണം? അതിന് കൂടുതൽ സാങ്കേതിക വിദ്യകൾ മറ്റ് ടെക്നോളജികളെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ? അപർണ, ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ കടൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. 16.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കടലിന്റെ ഭാഗത്തുകൂടെ ഈ പാലം കടന്നുപോകുന്നത്. ബാക്കി 5.5 കിലോമീറ്റർ ദൂരം എന്ന് പറയുന്നത് കരയിലൂടെയാണ്. വലിയ തോതിലുള്ള തൊഴിലാളി, അതായത് വൈദഗ്ധ്യം, സാങ്കേതിക വൈദഗ്ധ്യം ഈ പാലത്തിന് അവകാശപ്പെടാവുന്നതാണ് എന്നാണ് വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ 100 വർഷക്കാലമാണ് ഈ പാലത്തിന്റെ ഒരു കാലാവധിയായി എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക തികവ് ഏറിയതാണ്. 6 വരിയിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. ഈ 6 വരിയിലൂടെയും വാഹനങ്ങൾ കടന്നുപോകും. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പാലത്തിലൂടെ 4 ചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് സഞ്ചരിക്കാൻ സാധിക്കുക. മുച്ചക്ര വാഹനങ്ങളെയോ ഇരുചക്ര വാഹനങ്ങളെയോ ഒന്നും തന്നെ ഈ പാലത്തിലൂടെ കടത്തിവിടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് പരമാവധി വേഗത എന്ന് പറയുന്നത് 100 കിലോമീറ്റർ സ്പീഡാണ് പരമാവധി വേഗത എന്ന് പറയുന്നത്. 18,000 കോടി രൂപ ചെലവിട്ട് രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി കൊണ്ടാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഈ പാലം ഇപ്പോൾ നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. പാലത്തിന്റെ ഉദ്ഘാടനം അല്പസമയം മുമ്പ് പൂർത്തിയാവുകയും ചെയ്തു. ഏതായാലും ഇന്ന് മുതൽ ഈ ജനങ്ങൾക്ക് ഈ പാലം തുറന്നു നൽകുകയാണ്. രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്ന് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാനും സാധിക്കും. അപർണ.